വേഴ്സായി സന്ധി അല്ലെ, ആ ഒരു സന്ധിയിലൂടെ ജർമ്മനിക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. ശേഷം എന്ത് ചെയ്യും, ഈ ഡോറിങ് ക്ലോസ് ചെയ്തിട്ട് വിഷവാതകം അങ്ങ് അടിച്ചങ്ങ് കയറ്റും. ഈ സമയത്ത് ഇതിനുള്ളിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ശ്വാസം കിട്ടാതെ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ആ ഒരു പക മാക്സിമം വളർത്താൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചിട്ടുണ്ട്, ഹിറ്റ്ലർ ശ്രമിച്ചിട്ടുണ്ട് അല്ല. ഇതിങ്ങനെ ഇൻജക്ട് ചെയ്യണം. 20 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള ഒന്നാം ലോക മഹായുദ്ധത്തിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രതികാരം ചെയ്യണം. ഈ രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യും, ഒരു പ്രതികാര മനോഭാവം ജനങ്ങളിൽ ഇദ്ദേഹം ഇങ്ങനെ വളർത്തിയെടുത്തുന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് എന്താണ് ഫാഷിസം, അതിൻ്റെ സവിശേഷതകളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നാസിസം ആണ്. നമ്മൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഓൾറെഡി അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്താണ് നാസിസം വളർന്നു വരുന്നത് എവിടെയാണ് മക്കളെ, ജർമ്മനിയിലാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ നേതാവായിരുന്നു ആര്, ഹിറ്റ്ലർ എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവർക്കൊരു സൈന്യം ഉണ്ടായിരുന്നു. ആ സൈന്യത്തിൻ്റെ പേരാണ് എന്തെന്ന്, ബ്രൗൺ ഷേർട്സ് അല്ലെങ്കിൽ തവിട്ട് കുപ്പായക്കാർ എന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്കൊരു രഹസ്യ പോലീസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഗസ്റ്റപ്പോ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് വെച്ച ഒരു ഇൻട്രോ എന്ന രീതി നമ്മൾ പറഞ്ഞു വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനം ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്താണത്, മറ്റൊന്നുമല്ല, അഡോൾഫ് ഹിറ്റ്ലർ എങ്ങനെയാണ് ജർമ്മനിയിൽ അധികാരത്തിലെത്തിയത്. ചോദ്യം ഇങ്ങനെ വരാം, എന്താണ് അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിലെത്താൻ സഹായിച്ചിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെ. അതിൽ ഒന്നാമത്തെ പോയിന്റാണ് മക്കളെ, ഒന്നാം ലോക മഹായുദ്ധാനന്തരം ജർമ്മനിയുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ള വേഴ്സായി സന്ധി. എന്താണ് വേഴ്സായി സന്ധി എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് അല്ലേ. ജയിച്ച രാജ്യങ്ങൾ, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജയിച്ച രാജ്യങ്ങളായിട്ടുള്ള ഇംഗ്ലണ്ടും അതേപോലെ തന്നെ ഫ്രാൻസും തോറ്റ രാജ്യങ്ങളുമായിട്ട് വെവ്വേറെ സന്ധികളിൽ ഒപ്പുവെച്ചു. ഏത് വർഷം, 1919 അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്ധിയാണ് ഏത്, വേഴ്സായി സന്ധി. ഈ വേഴ്സായി സന്ധി എന്ന് പറയുന്ന സന്ധി ആരുമായിട്ട് ഒപ്പുവെച്ചതാണ്, ഇംഗ്ലണ്ടും ഫ്രാൻസും ചേർന്നിട്ട് ജർമ്മനിയുമായിട്ട് ഒപ്പുവെച്ചതാണ് എന്ത്, വേഴ്സായി സന്ധി അല്ലേ. ആ ഒരു സന്ധിയിലൂടെ ജർമ്മനിക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതും നമ്മൾ ഓൾറെഡി എന്താണ് ഇവിടെ പഠിച്ച് കഴിഞ്ഞ സാധനമാണ്. ഇവിടെ കാണുന്നില്ല മക്കളെ, എന്തൊക്കെയാണെന്നത് പറഞ്ഞത്. ഇത് പ്രകാരം ജർമ്മനിയുടെ കോളനികൾ മുഴുവൻ സഖ്യകക്ഷികൾ വീതിച്ചെടുത്തു. യുദ്ധത്തിന് നഷ്ടപരിഹാരമായി വൻതുക ജർമ്മനി സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിനും ഫ്രാൻസിനും നൽകേണ്ടി വന്നു. പിന്നെയോ സമ്പന്നമായുള്ള ഖനിപ്രദേശങ്ങൾ അവർ കൈക്കലാക്കി. എല്ലാറ്റിനുമുപരി യുദ്ധകുറ്റം ജർമ്മനിയുടെ മുകളിൽ കെട്ടിവയ്ക്കുകയും ജർമ്മനിയെ നിരായുധീകരിക്കുകയും ചെയ്തു. ഈ രീതിയിൽ വേഴ്സായി സന്ധി ഭയങ്കരമായിട്ട് ആരെ ബാധിച്ചിട്ടുണ്ട്, ജർമ്മനിയെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്ധി എന്തിന് കാരണമായിട്ടുണ്ട്, ഹിറ്റ്ലർ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു ഫ്യൂറർ എന്ന രീതിയിൽ ജർമ്മനിയിൽ അധികാരത്തിൽ വരാൻ സഹായിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് എന്താണ്, സാമ്പത്തിക തകർച്ചയും അതേപോലെ തന്നെ പണപ്പെരുപ്പമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് അല്ലേ. സ്വാഭാവികമായിട്ടും സാമ്പത്തിക തകർച്ച ഉണ്ടാകുമ്പോൾ, പണപ്പെരുപ്പം ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും ആരെയാണ് പഴിക്കുക, നിലവിലുള്ള ഗവൺമെൻറ്റിനെ ജനങ്ങൾ പഴിക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ജർമ്മൻ ഭരണകൂടത്തിൻ്റെ പരാജയവും രാഷ്ട്രീയമായിട്ടുള്ള അസ്ഥിരതയും ഒക്കെ എന്തിനു സഹായിച്ചിട്ടുണ്ട്, അഡോൾഫ് ഹിറ്റ്ലറെ അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാമല്ലോ. എന്താ പറഞ്ഞത്, തൻ്റെ സംഘടനാ മികവും പ്രസംഗപാഠവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജർമ്മൻകാരെ വളരെ വേഗം ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഹിറ്റ്ലർക്ക് കഴിഞ്ഞു അല്ലേ. അങ്ങനെ ഒരു കഴിവ് കൂടി ആർക്കുണ്ട്, ഹിറ്റ്ലർക്ക് ഉണ്ട് അല്ലേ. ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ഒരു ഒറേറ്ററി സ്കില്ല് അല്ലേ, അതായത് പ്രസംഗ പാഠവും ഉള്ളൊരു വ്യക്തിയാണ് ആര്, ഹിറ്റ്ലർ അല്ലേ. നല്ല അസല് പെയിൻറ്ററാണ്, ചിത്രം വരക്കും. ഓക്കെ അല്ലേ. പിന്നെയോ സംഘടനാ മികവുണ്ട്. കുറേ ആൾക്കാർ എന്ത് ചെയ്യുക, ഒന്നിച്ചിട്ട് സ്വാധീനിച്ചിട്ട് തൻ്റെ വരുതിയിൽ കൊണ്ടുവരാനുള്ള ശേഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ കഴിവ് തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ് ആര്, ഹിറ്റ്ലർ. ഓക്കെ, ഇനി എന്താ പറഞ്ഞത്, നിലവിലുള്ള ഭരണകൂടത്തെ പുറന്തള്ളിക്കൊണ്ട് അധികാരത്തിലെത്തിയ ഹിറ്റ്ലർ നാസിസത്തിൻ്റെ പ്രധാന ശത്രുക്കളായ സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജൂതരെയും ജനാധിപത്യവാദികളെയും ഒക്കെ കൊന്നൊടുക്കാൻ വേണ്ടി തുടങ്ങി എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പം നിലവിലിരുന്ന ഭരണകൂടത്തെ പുറന്തള്ളിക്കൊണ്ട് അധികാരത്തിലെത്തിയ ആര്, ഹിറ്റ്ലർ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇവിടെ ഞാൻ ടെക്സ്റ്റിൽ പറയാത്തൊരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം മക്കളെ. ജർമ്മനിയിൽ 2 പോസ്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തേത് ചാൻസലർ എന്നുള്ള പോസ്റ്റാണ്, 2 പ്രസിഡന്റ് എന്നുള്ള പോസ്റ്റാണ്. ഓക്കെ അല്ലേ. ഇനി ഹിറ്റ്ലർ ചാൻസലറായിട്ട് ജർമ്മനിയിൽ വന്ന സമയത്ത് ജർമ്മനിയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആരായിരുന്നു, ഹിൻഡൻബർഗ് എന്ന് പറയുന്ന ആളായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. ഓക്കെ, അപ്പോൾ പ്രസിഡന്റ് മരണപ്പെട്ട സമയത്ത് ഭരണഘടനയിൽ ചില പണിയൊക്കെ ഒപ്പിച്ചുകൊണ്ട്
എന്താണ് ഹിറ്റ്ലർ ആ ഒരു ഭരണഘടന അങ്ങ് പൊളിച്ചെഴുതുകയും പ്രസിഡന്റ് വേണ്ട, രാജ്യത്തിന് ഒറ്റ തലവ് മതി എന്ന രീതിയിലേക്ക് അദ്ദേഹം വരികയും ചെയ്തു. അങ്ങനെയാണ് ജർമ്മനിയിൽ ആര് അധികാരത്തിലെത്തുന്നത്? ഹിറ്റ്ലർ അധികാരത്തിലെത്തുന്നത്. നിങ്ങൾ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക, നിലവിലുള്ള ഭരണകൂടത്തിനെ പുറന്തള്ളിക്കൊണ്ട് അധികാരത്തിലെത്തിയ ആര്? ഹിറ്റ്ലർ. മാത്രമല്ല അദ്ദേഹം ആരെയാണ് പ്രധാനമായിട്ടും ശത്രുക്കളെ കണ്ടിട്ടുള്ളത്? ഒന്ന് സോഷ്യലിസ്റ്റുകളെയാണ്, അല്ലേ, സോഷ്യലിസ്റ്റുകൾ. രണ്ടാമത്തെ ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകളാണ്, അല്ലേ. അതേപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികൾ, അല്ലെ, ജനാധിപത്യ വിശ്വാസികൾ. എല്ലാത്തിനും ഉപരി അദ്ദേഹം ഏറ്റവും വലിയ ശത്രുവായിട്ട് കണ്ടിട്ടുള്ളത് ജൂതന്മാരെയാണ്. ആരെയാണ്? അല്ലെ, ജൂതന്മാരെയാണ് അദ്ദേഹം ഏറ്റവും വലിയ ശത്രുവായിട്ട് കണ്ടിട്ടുള്ളത്. കാരണം ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി തോക്കാൻ കാരണം ആരാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നത്? ജൂതന്മാരാണ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്, ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് ജൂതന്മാർ എന്ത് ചെയ്തു? ജർമ്മനിക്കാരെ ഒറ്റുകൊടുത്തു എന്നാണ് ആര് പറഞ്ഞത്? ഹിറ്റ്ലർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജൂതന്മാരെ ഒന്ന് ഇദ്ദേഹത്തിന് എന്ത് ചെയ്തുകൂടാ? കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഓക്കെ അല്ലേ? അപ്പോൾ സോഷ്യലിസ്റ്റുകൾ, ജൂതന്മാർ, ജനാധിപത്യ വിശ്വാസികൾ, കമ്മ്യൂണിസ്റ്റുകൾ ഇവരൊക്കെ എന്ത് ചെയ്തു? കൊന്നൊടുക്കാൻ വേണ്ടി തുടങ്ങി. മാത്രമല്ല ജർമ്മനിക്കുണ്ടായ അപമാനങ്ങൾക്കും തിരിച്ചടികൾക്കും ഉത്തരവാദികൾ ജൂതന്മാരാണെന്ന് ആര് ആരോപിച്ചു? ഹിറ്റ്ലർ ആരോപിച്ചു, അല്ലേ. നമ്മളിപ്പം പറഞ്ഞ സാധനം തന്നെയാണ് അത്. പിന്നെയോ പ്രത്യേകം തയ്യാറാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വെച്ച് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്തു. ഇത് ഹോളോകോസ്റ്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹിറ്റ്ലർ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം, അതാണ് എന്തെന്ന്? കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്ന് പറയുന്നത്. ഇത് എന്ത് പേരിലാണ് മക്കളെ അറിയപ്പെടുന്നത്? ഹോളോകോസ്റ്റ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും ട്രബിളിംഗ, ഓഷ്വിറ്റ്സ് പോലെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ. സംഗതി എന്താ നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ ഓൾറെഡി കേട്ട സാധനം തന്നെയായിരിക്കും. വലിയ ഹോളുകളായിരിക്കും ഉണ്ടാവുക, അല്ലേ. ഈ ഹോളുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനാകെ ഒരൊറ്റ വാതിൽ, ഒരൊറ്റ എൻട്രൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന് എന്തുണ്ടാവില്ല? ഈ എയർ ഹോൾസോ അല്ലെങ്കിൽ ഈ ജനലുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഒരൊറ്റ എൻട്രൻസിലൂടെ എന്ത് ചെയ്യും? ഈ പിടിച്ചു കൊണ്ടുവരുന്ന ജൂതന്മാരെ ആവട്ടെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യും? ഈ വലിയ ഹോളിൻ്റെ ഉള്ളിൽ അങ്ങ് വിന്യസിക്കും, അല്ലേ. അതായത് ഒരു വലിയൊരു ഹോള്, അതിൻ്റെ ഉള്ളിൽ 100 കണക്കിന് മനുഷ്യന്മാർ. ശേഷം എന്ത് ചെയ്യും? ഈ ഡോറിന് ക്ലോസ് ചെയ്തിട്ട് വിഷവാതകം അങ്ങ് അടിച്ചങ്ങ് കയറ്റും. ഈ സമയത്ത് ഇതിനുള്ളിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ശ്വാസം കിട്ടാതെ മരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അങ്ങനെയാണ് ജൂതന്മാരെ ആര് കൂട്ടക്കൊല ചെയ്തിട്ടുള്ളത്? ഹിറ്റ്ലർ കൂട്ടക്കൊല ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സെറ്റപ്പിനെ നമ്മളെന്ത് പറയാം? ഹോളോകോസ്റ്റ് എന്ന് പറയാം. ജൂതന്മാരെ ഭയങ്കരമായിട്ട് കശാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതി, അതാണ് ഇന്ന് ഹോളോകോസ്റ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട്, ജൂതന്മാരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? ഇതിനായിട്ട് തവിട്ടുകുപ്പായക്കാർ എന്ന സൈന്യത്തിനും ഗസ്റ്റപ്പോ എന്ന രഹസ്യ സംഘത്തിനും രൂപം നൽകി. ഓക്കെ, അപ്പോൾ അത് പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ബ്രൗൺ ഷേർട്സ് അല്ലെങ്കിൽ തവിട്ടുകുപ്പായക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈന്യമാണ്. ഗസ്റ്റപ്പോ എന്താണ്? അത് രഹസ്യ പോലീസാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതാണ് നമ്മൾ ഇപ്പം പറഞ്ഞ തവിട്ടുകുപ്പായക്കാർ. ഓക്കെ അല്ലേ? കാണുന്നുണ്ടല്ലോ, അവരെ യൂണിഫോം കാണുന്നുണ്ടല്ലോ. യെസ്. ഇനി അടുത്തെന്താ പറഞ്ഞത്? ആര്യന്മാരാണ് ലോകത്തിലെ പരിശുദ്ധ വംശമെന്നും അവരാണ് ലോകം ഭരിക്കേണ്ടതെന്നും ആര് പറഞ്ഞു? ഹിറ്റ്ലർ പറഞ്ഞു. ജർമ്മൻകാർ ആര്യന്മാരാണെന്നും ഹിറ്റ്ലർ എന്ത് ചെയ്തു? അഭിപ്രായപ്പെട്ടു. അതായത് ലോകം ഭരിക്കേണ്ടുന്ന ആൾക്കാർ ആരായിരിക്കണം? അത് ജർമ്മനിക്കാരായിരിക്കണം. അതിൽ ഏറ്റവും പ്രബല വിഭാഗം എന്ന് പറഞ്ഞ ആരാണ്? അത് ആര്യന്മാരാണ് എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? ഹിറ്റ്ലർ അഭിപ്രായപ്പെട്ടത്. അതിന് വേണ്ടിയിട്ട് നാസി പാർട്ടി ഒഴികെയുള്ള മറ്റ് പാർട്ടികളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു? നിരോധിച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞു, അല്ലേ. ഇപ്പോൾ സോഷ്യലിസ്റ്റുകളുണ്ട്, കമ്മ്യൂണിസ്റ്റുകളുണ്ട്, ഇങ്ങനെയുള്ള പാർട്ടികളൊക്കെ എന്ത് ചെയ്തു? അങ്ങ് നിരോധിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? നാസി പാർട്ടിനെ മാത്രം അവിടെ നിലനിർത്തി. മാത്രമല്ല തൊഴിലാളി സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തു. പിന്നെയോ ജനങ്ങൾക്ക് സൈനിക സേവനം നിർബന്ധമാക്കി. ഓക്കെ, വേഴ്സായി സന്ധിയിലെ വ്യവസ്ഥകൾക്കെതിരെ ജനങ്ങളിൽ പ്രതികാര മനോഭാവം വളർത്തിയെടുത്തു എന്നാണ് പറയുന്നത്, അല്ലേ. നമുക്കറിയാം 1914 മുതൽ 18 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച രാജ്യമാണ് ഏത്? ജർമ്മനി, അല്ലേ. സ്വാഭാവികമായിട്ടും ജർമ്മനിക്ക് ആരോട് അടങ്ങാത്ത പകയുണ്ടാവും? ഇംഗ്ലണ്ടിനോടും ഫ്രാൻസിനോടും അടങ്ങാത്ത പകയുണ്ടാവും, അല്ലേ. സ്വാഭാവികമായിട്ടും ആ ഒരു പക മാക്സിമം വളർത്താൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചിട്ടുണ്ട്? ഹിറ്റ്ലർ ശ്രമിച്ചിട്ടുണ്ട്, അല്ലേ. ഇതിങ്ങനെ ഇൻജക്റ്റ് ചെയ്യും, ജനങ്ങൾക്ക് ഇങ്ങനെ ഇൻജക്റ്റ് ചെയ്യും. നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് പീപ്പിൾ, അല്ലേ. നമ്മൾ ഏറ്റവും ശക്തരാണ്, മറ്റെല്ലാവരും നമുക്ക് കീഴിലാണ്, അല്ലെ. ആര്യന്മാരാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജനത, നമുക്ക് പ്രതികാരം ചെയ്യണം. 20 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള ഒന്നാം ലോക മഹായുദ്ധത്തിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രതികാരം ചെയ്യണം. ഈ രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യും?
ഒരു പ്രതികാര മനോഭാവം ജനങ്ങളിൽ ഇദ്ദേഹം ഇങ്ങനെ വളർത്തിയെടുത്തുന്നാണ് പറയുന്നത്. ഓക്കെ, മാത്രമല്ല പിന്നെയോ പത്രം, സിനിമ, റേഡിയോ, വിദ്യാഭ്യാസം തുടങ്ങിയവയിലൂടെയൊക്കെ എന്ത് ചെയ്തു, ആശയപ്രചരണം നടത്തി. നാസിസം എന്ന് പറഞ്ഞ ആശയം സിനിമയിലൂടെയും പത്രത്തിലൂടെയും റേഡിയോയിലൂടെയും വിദ്യാഭ്യാസത്തിലൂടെയൊക്കെ എന്ത് ചെയ്തു, പ്രചരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെയോ ജനങ്ങളുടെ മനസ്സിലെ പ്രതികാര മനോഭാവം ചൂഷണം ചെയ്ത ഹിറ്റ്ലർ ആക്രമണപരമായ ഒരു വിദേശ നയം സ്വീകരിച്ചു. ഇത്ര പോലെ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം അല്ലേ. പിന്നീട് ഈ ജർമ്മനി എന്ന് പറയുന്ന ആൾ ഇങ്ങനെ ഓരോരോ രാഷ്ട്രങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങി അല്ലേ. ചെറുതും വലുതുമായിട്ടുള്ള രാജ്യങ്ങളെയെല്ലാം ഇദ്ദേഹം എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങി, ആക്രമിക്കാൻ വേണ്ടി തുടങ്ങി എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക അല്ലേ. ഇതൊക്കെ എന്തിൻ്റെ പുറപ്പാടാണ്, മറ്റൊരു ലോകയുദ്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പുറപ്പാടാണ്. ഓക്കെ അല്ലേ. ഇനിയാണ് നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിലേക്ക് പോകുന്നത്, രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്നത്. നമ്മൾ ഓൾറെഡി ഒന്നാം ലോക മഹായുദ്ധത്തിൽ പഠിച്ചു കഴിഞ്ഞമാണ് ത്രികക്ഷി സഖ്യവും ത്രികക്ഷി അല്ലേ സൗഹാർദ്ദവും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിൽ ത്രികക്ഷി സഖ്യത്തിൽ നമുക്കറിയാം ആരൊക്കെയാണ് ഉള്ളത്. 1 ജർമ്മനിയുണ്ട്, 2 ഇറ്റലിയുണ്ട്, 3 ആസ്ട്രിയ അല്ലേ ഹംഗറി ഉണ്ട്. ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ആരൊക്കെയുണ്ട്, 1 ഇംഗ്ലണ്ട് ഉണ്ട്, 2 ഫ്രാൻസ് ഉണ്ട്, 3 റഷ്യ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലേ. ഇനി രണ്ടാം ലോക മഹായുദ്ധം ആകുമ്പോഴത്തേക്ക് എന്താണ്, ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ജർമ്മനി എവിടെയുണ്ടോ അവിടെ ഇറ്റലി ഉണ്ടാവും, ഇംഗ്ലണ്ട് എവിടെയുണ്ടോ അവിടെ ഫ്രാൻസ് ഉണ്ടാവും അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുമ്പോൾ 1939 മുതൽ 45 വരെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടം അല്ലേ. അത് പ്രകാരം ഇറ്റലിയും ജർമ്മനിയും എല്ലാം ചേർന്ന് കൊണ്ട് ഒരു രാഷ്ട്രീയ സഖ്യമുണ്ടാക്കി. അതിൻ്റെ പേരാണ് മക്കളെ അച്ചുതണ്ട് ശക്തി. ഓക്കെ അല്ലേ, അച്ചുതണ്ട് ശക്തി എന്ന് പറയും അല്ലേ. അതിൽ 3 ആൾക്കാരാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് നമുക്കറിയാം ജർമ്മനി ആയിരിക്കും. ജർമ്മനി എവിടെയുണ്ടോ അവിടെ ആരുണ്ടാവും, അവിടെ ഇറ്റലി ഉണ്ടാവും അല്ലേ. ഇവിടെ ആസ്ട്രിയ ഹംഗറിക്ക് പകരം ഇവിടെ മറ്റൊരാൾ വരുന്നു, അയാളുടെ പേരാണിതെന്ന് മക്കളെ ജപ്പാൻ. ഓക്കെ അല്ലേ. ഇനി ത്രികക്ഷി സൗഹാർദ്ദം പോലെ ഇവരിങ്ങനെ ഒരു കൂട്ടമാകുമ്പോൾ മറ്റൊരു കൂട്ടം ഇവിടെ വേണമല്ലോ, അതിൻ്റെ പേരാണിതെന്ന് സഖ്യശക്തികൾ എന്ന് പറയുന്നത്. ഏതാണ് സഖ്യ ശക്തികൾ എന്ന് മനസ്സിലാക്കി വെക്കുക. അതിലും 3 ആൾക്കാരുണ്ട്. ആരൊക്കെയാന്ന് നമുക്കറിയാം അല്ലേ. ഇംഗ്ലണ്ട് ഒന്നാമത്തെ ആൾ, ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ. ഇംഗ്ലണ്ട് എവിടെയുണ്ടോ അവിടെ ആരുണ്ടാവും, അവിടെ ഫ്രാൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, ഇവിടെ റഷ്യക്ക് പകരം അല്ലെങ്കിൽ റഷ്യക്ക് പകരം ഇവിടെ ആര് വരുന്നു, ഇവിടെ ചൈന വരുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് രണ്ടാം ലോക മഹായുദ്ധം. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്ത് ചെയ്യുക, അതൊന്ന് കമൻറ്റിൽ ചോദിക്കുക. അപ്പോൾ ഒന്നുകൂടി പറയാമെന്ന്, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് മറ്റ് സുഹൃത്തുക്കൾക്ക് എന്ത് ചെയ്യുക, അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക, ഒന്ന് പരിഗണിക്കുക.